സോ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് നൗ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മാനേജിംഗ് ഡയറക്ടർ റോക്ക് സ്റ്റാർ ജോസൂട്ടി സർ. സാറിനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇനി അടുത്തായി നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് സിനീഷ് അലി പുതുശ്ശേരി ആൻഡ് ഫിറോസ് എളച്ചോല. രണ്ടുപേരെ നല്ലൊരു കൈയടിയോടെ ഒരുപാട് സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഒന്നുകൂടെ നല്ലൊരു കൈയടി എത്തുന്നല്ലേ ഉള്ളൂ. നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഈ മൂവിയുടെ ഡയറക്ടർ വിവേക് വി വാര്യർ. വിവേകേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി വിവേകേട്ടന്. അടുത്തായി റൈറ്റർ ഫസൽ ഹസൻ. അടുത്തതായി നമ്മൾ തിരികെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഞാൻ എല്ലാവരോടും വിളക്കിന്റെ അടുത്തേക്ക് നീക്കി നിൽക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എല്ലാവരോടും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് വരാനുണ്ട്. താഴെ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരും എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുക, അതുപോലെ തന്നെ ഒരു സിനിമ അനൗൺസ് ചെയ്യുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഞങ്ങളോട് സഹകരിച്ച് വന്ന എല്ലാവർക്കും ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ് രംഗങ്ങളിലും സിനിമാ രംഗങ്ങളിലും അതുപോലെ മീഡിയയിലും അതുപോലെ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നേറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഈ സമയത്തും ഇതിന് ശേഷവും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ്. കുറച്ച് ഡിലേ വന്നു. താഴെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഇത്തിരി ഡിലേ ആയി. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇത് നമ്മുടെ കമ്പനിയുടെ മൂന്നാമത്തെ പ്രൊഡക്ഷനാണ്. സെക്കൻഡ് ഫിലിം വന്നിട്ട് വിഷുവിന് റിലീസാണ്, തേനി മേരി. അതിൻ്റെ ഡയറക്ടറും മറ്റ് എല്ലാ ടെക്നീഷ്യൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്ഷനാണ്. ഒരു എന്താ പറയുക, അതിൻ്റെ റിവീലിംഗ് സമയത്തേക്ക് അതിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുക. കാരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സസ്പെൻസ് പോകും. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, താങ്ക്സ്. സാറിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് അല്ല ഇത്. സാറിന് അപ്കമിംഗ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയണ്ടേ? കേട്ടില്ല. സാറിൻ്റെ ഓൾറെഡി ഒരു പ്രോജക്റ്റ് റിലീസിന് തേനി മേരി എന്നാണ് മൂവിയുടെ നെയിം. ശ്രീനാഥ് ഷൈൻ ടോം, അന്നരാജൻ, പിന്നെ നമ്മളൊരു പുതിയ ന്യൂ കമറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സുധേ എന്നാണ് പേര്. പുള്ളിക്കാരി തെലുങ്കിൽ നിന്നുള്ളതാണ്, ഇൻഫ്ലുവൻസറാണ്. അതിൻ്റെ റിലീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിഷു പ്ലാൻ ചെയ്യുന്നു. വലിയ പടങ്ങളുണ്ടെങ്കിൽ മേ ബി ഒരു 1 വീക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാനുള്ള ചാൻസ് ഉണ്ട്.
എന്തായാലും ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് 8-ാം തീയതി നമ്മുടെ തന്നെ സുഹൃത്തിൻ്റെ സുമതിയോളമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നീ മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ. എന്തായാലും മെയ് എന്നുള്ളൊരു കൺസിഡറേഷനിൽ ഇപ്പോൾ പോകുന്നു. അതിനനുസരിച്ചുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിഷു പ്ലാൻ ചെയ്യും. ആ പടത്തിന്റെ പേര് നമ്മളെല്ലാവരും കേട്ടു, തെരി മേരി. അപ്പൊ നമ്മളെല്ലാവരും പോയി കാണില്ലേ? താങ്ക് യു സോ മച്ച്. സോ അപ്പൊ നമുക്ക് ഡയറക്ടറിനെ വെൽക്കം ചെയ്യാം. ഡയറക്ടർ വിവേക് വി വാര്യർ ആൻഡ് റൈറ്റർ ഫസൽ ഹസൻ. ഇനി ടൈറ്റിൽ ലോഞ്ച് ആണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വിവേകേട്ടനെ ചോദിച്ചു നോക്കാം. ഫസൽ പറഞ്ഞിട്ടുണ്ട്, ഫസലിനെ കൊണ്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ 4 കൊല്ലത്തിന് മുകളിലായി, ഒരു 4 ഇതിന് മുകളിലായി ഒരു സിനിമ സ്വപ്നവുമായിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിന് ശേഷമാണ് ഇങ്ങനൊരു ചാൻസ് ലൈക്ക് ഇതിലേക്ക് വന്നതും നമുക്കൊരു പടം ചെയ്യാൻ അംജിത്തിക്ക പറഞ്ഞതും എല്ലാവരും ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഇപ്പം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലിയാണ്. കാര്യം അവരാണ് ഞാൻ ജോലിക്ക് ഈ വീട്ടിൽ തന്നെ നിന്നോ എന്ന് പറഞ്ഞ അവരോടാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറയാനുള്ളത്. ആദ്യം എൻ്റെ ദൈവത്തിനോട്, ഇനി പറഞ്ഞ ജിത്തിക്കയോട്, എല്ലാവരോടും ഇനി ഒരുപാട് നന്ദി. റോംകോം ഞങ്ങൾ ഈ ടൈറ്റിൽ ഇട്ടപ്പോഴും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സ്റ്റോറികളുണ്ട് ഇതിൻ്റെ പുറകിൽ. കാര്യം ഇങ്ങനൊരു ടൈറ്റിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച, പക്ഷേ എല്ലാം അൺഎക്സ്പെക്റ്റഡ്ലി നമ്മളിലേക്ക് എത്തി. ടൈറ്റിലെത്തി, എല്ലാം എത്തി. ആർട്ടിസ്റ്റുകളെല്ലാം സംസാരിച്ചു, അവരെല്ലാവരും നമുക്കായിട്ട് ഓക്കെ ആവുന്നു. ഇതൊരു നല്ലൊരു എൻ്റർടൈനറായി മാറും. നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ ഒരു എൻ്റർടൈനറാണ് നമ്മൾ തരാൻ ആഗ്രഹിക്കുന്നതാവുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇനി ഒരുപാട് നന്ദി നിങ്ങളെല്ലാം എത്തിച്ചേർന്നതിന്, ഈ ഫംഗ്ഷന് പങ്കെടുത്തതിന്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്റ്റേജ് ഫിയറാണ്, അതുകൊണ്ടാണ് മൈക്ക് തരണമെന്ന് പറഞ്ഞത്. ഇത് ആക്ച്വലി എൻ്റെ 2ാമത്തെ പടമാണ്. എൻ്റെ ആദ്യത്തെ പടം ദിലീഷ് പോത്തൻ, ഷാജോൺ, വിജയരാഘവനൊക്കെ അഭിനയിക്കുന്ന ഔസേപ്പി തോസിയത്ത് എന്നൊരു സിനിമയാണ്. ഇത് ഈ മാർച്ച് 7-ാം തീയതി റിലീസാണ്. റോംകോം എന്ന പേര് പോലെ തന്നെ റൊമാൻസ് കോമഡി പരിപാടിയാണ്. ഒരു ഫുൾ ഫണ്ണായിട്ട് പോകുന്ന ഒരു പരിപാടിയായിരിക്കും. പോരെ? ഇതാണ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത്. കൈയടിക്കണം മക്കളെ, നന്നായിട്ട് സംസാരിച്ചില്ലേ? എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു മാധവ് ഷൂട്ടിലായിട്ട് കുഴപ്പമില്ല, അവനത് കാണില്ല. അതുകൊണ്ട് എൻ്റെ പേര് ഡയറക്ടർ പറഞ്ഞിട്ട് സന്തോഷമുണ്ട്. മാവ് പറഞ്ഞേക്കില്ല, വലിയ സന്തോഷമുണ്ട്. കാരണം അംജിത്തിക്ക ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത് തേരി മേരി എന്നുള്ളൊരു പടത്തിൻ്റെ പൂജയുടെ സമയത്താണ്. ഒരുപാട് സംസാരിച്ചു. ആ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും സന്തോഷം എൻ്റെ അസോസിയേറ്റഡ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ അതൊരു ഇപ്പോൾ വിഷുവിന് ഇറങ്ങാൻ പോകുന്നത് കേട്ടു. വലിയ സന്തോഷം. അത് മെയ് 8-ാം തീയതി വെക്കണ്ട, കാരണം വരാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ എപ്പോഴും വിജയിക്കണം. അത് ഏത് വലിയ പടങ്ങളിലൂടെ ചെറിയ പടങ്ങളോട് വെച്ചാലും വിജയിക്കണം എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ സിനിമ റോംകോം എന്നുള്ള സിനിമ ഒരു ഗുണം പുതിയ ചെറുപ്പക്കാർ സിനിമയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ എനിക്ക് വലിയ റെസ്പെക്റ്റ് തോന്നുന്നു. കാരണം ഈ ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരുടെ അടുത്ത്, കാരണം ഒരു വഴി കാണിച്ചു കൊടുത്താൽ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കാൻ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കത്തുള്ളൂ. ഇതേപോലെ 7-8 വർഷം സിനിമയ്ക്ക് വേണ്ടി നടന്ന്, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ലൈഫിലെല്ലാം മാറ്റിവെച്ച് നടന്ന ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ സംവിധായകൻ അത് പറയുന്നത് കേട്ടപ്പം എനിക്ക് എന്നെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഈ ഒരു വേദി എനിക്ക് വലിയ വലിയ ഓർമ്മകൾ നമ്മുടെ വേദിയാണ്. മാളികപ്പുറത്തിൻ്റെ 100-ാം ദിവസം സെലിബ്രേറ്റ് ചെയ്ത വേദിയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവർക്കും നടന്നിട്ടുള്ളത്. അപ്പം ആ വേദിയിൽ മറ്റൊരു പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റൊരു പടത്തിൻ്റെ ലോഞ്ചിന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും ചെറുപ്പക്കാർ നാളെ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാവട്ടെ. ഒപ്പം ഇങ്ങനെ ചെറുപ്പക്കാരെ വെച്ച് പടം ചെയ്യാൻ ധൈര്യപ്പെടുത്ത പ്രൊഡ്യൂസർമാർക്ക് രണ്ടുപേർക്കും വലിയൊരു കയ്യടി കൊടുക്കണം. എന്നുവെച്ചാൽ
ഇത് ഭാവി മലയാള സിനിമയിലേക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇത് ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ നമുക്ക് വേണം. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് നാളെ വലുതാവുന്നത്, ആരൊക്കെയാണ് മലയാളം കടന്ന് മറ്റ് ഭാഷകളിൽ പോയി ഞെട്ടിക്കാമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇവർക്ക് എല്ലാവർക്കും ആശംസകൾ. പിന്നെ റൈറ്റർ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഒരു പടം റിലീസാവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പടത്തിൻ്റെ പൂജ അങ്ങനെ സന്തോഷിച്ച ഒരാളെ ഒരേ ദിവസം എൻ്റെ 2 പടങ്ങളുടെ പൂജ വെച്ചിട്ടാണ് മലയാള സിനിമയിലേക്ക് വന്നത്. അപ്പം നല്ലതാണ് കേട്ടോ, അതൊക്കെ നന്നായി വരുത്തുള്ളൂ. പിന്നെ സംവിധായകനും ആശംസ. ആദ്യ സിനിമയാണ്, ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാം പുതിയ ആളുകളാണ് അഭിനയിക്കുന്നത്. അപ്പം എല്ലാവർക്കും, ആർക്കും എനിക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും ആശംസ. ബാധക്കൊക്കെ വന്നിരിപ്പുണ്ട്, നിങ്ങളൊക്കെ ബാധക്കയുടെ ഒന്ന് പറയുക. അടുത്ത പടത്തിൽ നിങ്ങളെ വിളിച്ചോളും കേട്ടോ. എന്തായാലും നന്ദി. പിന്നെ തേരിമേരിക്ക് ആശംസ. ഇവിടെ തേരിമേരിക്ക് ആശംസ. അത് പെട്ടെന്ന് പൂർത്തിയായി ഇറങ്ങട്ടെ. അപ്പം അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒരു വലിയ വിജയമാവട്ടെ. നേരത്തെ ശ്രീ അഭിലാഷേട്ടനെ ഡയറക്ടറെന്ന് അഭിസംബോധന ചെയ്തതുപോലെ തന്നെ ഞാനും സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എഴുതിയത് 3 സിനിമകളാണ്. കാതൽ, RDX, നെയ്മർ, 3 സിനിമകളാണ് ഞാൻ എഴുതിയ സിനിമകൾ. ഡയറക്ടറാവാനുള്ള ഡയറക്ടറാക്കി. എനിക്ക് സന്തോഷം, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. പ്രിയപ്പെട്ട ശ്രീജിത്തേട്ടൻ കോ പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ റോംകോം എന്ന് പറയുന്ന ഇന്ന് ടൈറ്റിൽ അനൗൺസ് ചെയ്ത നമ്മുടെ ഈ സിനിമ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിലേക്ക് വരാൻ ചൂടെടുത്ത് വയ്ക്കുന്ന ഒരു പുതിയ സിനിമയാണ്. പുതിയ താരങ്ങൾ കടന്നു വരേണ്ട ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഇതാണ് മലയാള സിനിമയെ സംബന്ധിച്ച്. പുതിയ താരങ്ങൾ കടന്നു വരട്ടെ. അപ്പോൾ എനിവേ എല്ലാവിധ ആശംസകളും. ഞാൻ നമ്മുടെ സിനിമയുടെ എന്താ പറയുക, ടൈറ്റിൽ ലോഞ്ചായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയൊക്കെ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ ഫ്ലാറ്റിൽ നിന്നിട്ട് പ്ലാൻ ചെയ്യുന്ന ചെറിയ വീഡിയോ, ഈ ചേട്ടനെയും നിങ്ങൾ 2 പേരെയും ഞാൻ കണ്ടിരുന്നു. എന്തായാലും ആ വീഡിയോയും അതൊക്കെ വളരെ നൂതനമായിട്ടുള്ള എന്താ പറയുക, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. എനിവേ നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിക്കും ഒപ്പം റോംകോം ടീമിനും ഇതിൻ്റെ റൈറ്റർ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം പുറത്തിറങ്ങാനിരിക്കുന്ന നമ്മുടെ സെയിം കമ്പനിയുടെ തന്നെ തേരിമേരി എന്ന് പറയുന്ന സിനിമയ്ക്കും വലിയൊരു വിജയാശംസകൾ നേരുന്നു. റോംകോം മലയാള സിനിമയിൽ പുതിയൊരു വാതിൽ തുറക്കുന്ന ഒരു ഗംഭീര ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു. നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്. ആദർശേട്ടൻ ഭയങ്കര നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞു കേട്ടു. സോ പറ്റുമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഇങ്ങനത്തെ നല്ലൊരു കയ്യാണ് നിങ്ങൾ കൊടുത്താൽ ഇപ്പൊ കാണാൻ ഒരു മിമിക്രി. ഞാൻ ഒന്നാമത്തെ ഇങ്ങോട്ട് വിളിക്കില്ലെന്ന് വിചാരിച്ച ബാക്കിൽ മാറിയത്. ഏതായാലും വന്ന് ഒരാളെ ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയിട്ടുള്ള ശ്രീ അജു വർഗീസിൻ്റെ വോയിസ് ചെയ്തപ്പോഴാണ്. അപ്പോൾ സേഫായിട്ടുള്ള പരിപാടി തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ അജു ചേട്ടൻ്റെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കോമഡി രംഗം ഞാനൊന്ന് അനുകരിക്കാം. കാശുള്ള ഏതുടനെ കൂടെ പെണ്ണുങ്ങളില്ലാതെ നമ്മൾ ആടുകൾ മാറ്റും. അങ്ങനെ സുഖിക്കും. നിനക്കറിയാമോ, പെണ്ണുകൾ തന്നെ എത്ര മഹാന്മാരുടെ ജീവിതങ്ങളാണ് ചെയ്യുന്നത്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ നടന്ന ചരിത്രമുണ്ട്. കേട്ടൊടുവില്ലേ എന്റെ ചെക്കിന് നിന്നെ വേണ്ടത്. ഇനി ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ മണപ്പിച്ചു നടന്ന് വെട്ടിക്കൽ പട്ടിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും പോലെ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് താങ്ക് യു ഈ വേദിയിൽ കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സൗഹൃദങ്ങളുടെ സിനിമയാണ്. റൈറ്ററും ഡയറക്ടറും വിവേക് തന്നെ പറഞ്ഞതുപോലെ വിവേക് ചെയ്യുന്ന കഴിഞ്ഞ 4-5 വർഷത്തെ അധ്വാനം ഞാനും വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ സിനിമ നന്നായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റൈറ്ററും ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറയുന്നൊരു സിനിമ റിലീസാകാൻ നിൽക്കുന്നു. എനിക്ക് ആ സിനിമയുടെ സബ്ജക്റ്റ് അറിയാവുന്നത് കൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നൊരു സിനിമ ഗംഭീരമായിട്ട് മാറട്ടെ. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പേഴ്സണലായിട്ട് പരിചയമില്ല എങ്കിൽ പോലും ചെയ്ത പ്രോജക്റ്റിനും ഈ പ്രോജക്റ്റിനും എല്ലാവരും ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവരിലെ എനിക്ക് ഏറ്റവും അറിയാവുന്ന അംജദാണ്. അംജദിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ കൂടെയുള്ള ആളാണ്.
ഏത് സിനിമ തുടങ്ങിയാലും അതിൻ്റെ എന്ത് പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയാലും എന്നെ വിളിച്ചറിയും. പക്ഷേ ഈ പടത്തിൻ്റെ കാര്യം മാത്രം അറിയിച്ചില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ ഓഫീസിലോട്ട് വന്നുകൊണ്ടിരിക്കില്ലേ, പിന്നെ എങ്ങനെ നൽകുന്നത്. ഏതായാലും ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് അംജദ്. അംജദിൻ്റെ കൂടെ ഇപ്രാവശ്യം വേറൊരു പ്രൊഡ്യൂസറും കൂടി ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരുടെയും ഈ സിനിമയ്ക്കും പുതിയ ഡയറക്ടറാണ്, റൈറ്ററുടെ രണ്ടാമത്തെ പടമാണ്. ഇവരുടെ എല്ലാവരുടെയും ഈ സിനിമ ഒരുപാട് പുതുമുഖ താരങ്ങളെ വെച്ച് നിർമ്മിക്കപ്പെടുന്ന ഈ സിനിമയ്ക്ക് ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കുമ്പം അഭിലാഷിന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ സിനിമയുടെ ഒരു ഓർമ്മ ഇദ്ദേഹത്തെ എനിക്ക് അതിന് മുമ്പ് ഒരു കാര്യം, അംജദ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. ഞാൻ ഇവിടെ വരുമ്പം ഞാൻ പിച്ച നടത്തുന്ന മാധ്യമപ്രവർത്തന സ്ഥാപനം റിപ്പോർട്ട് ടി വി അതിൻ്റെ MD ഇതിൻ്റെ പാർട്ടാന്ന് പറയുമ്പോൾ അതിൽ ഉപരി സന്തോഷമാണ്, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് നല്ലതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 5 വർഷമല്ലേ ഇതിൽ പാടുപെട്ടുള്ളൂ. എത്രയോ വർഷം പാടുപെട്ട് ഇത്രയും ഭാഗ്യവാൻ വേറെ ആരുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ. 5 വർഷമൊന്നും ഒരു പ്രശ്നമല്ല. എന്തായാലും അത് പറയാൻ കഴിഞ്ഞ ഷോയ്ക്ക് കഴിഞ്ഞ പ്രോഗ്രാമിൽ വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം ശ്രീനാഥ് ഭാസിയായിട്ടുണ്ടായി. അതുകൊണ്ട് ആ സിനിമയ്ക്ക് ഭയങ്കര വൈറലുണ്ടാക്കി. അതുകൊണ്ടാണ് എന്നെ സ്റ്റേജിൽ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറയാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അഭിലാഷേട്ടൻ അന്ന് പറഞ്ഞു ഇതായിരിക്കും ടൈറ്റിൽ എന്നു പറഞ്ഞു. അതുപോലെയാണ് എല്ലാ ഓൺലൈൻ മീഡിയ ഞാൻ ഉൾപ്പെടെ ടൈറ്റിൽ കൊടുത്തത്. എന്തായാലും ഞാൻ അംജദിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ റിലീസ് ചെയ്യുമ്പോൾ വനിതാ തിയേറ്ററിൽ ഏകനായി മാറി നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറെയാണ് ഞാൻ കാണുന്നത്. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, സഹകരണങ്ങൾ കുറവാണ്, പൈസ മുടക്കാൻ നിർമ്മാതാക്കളുണ്ട്, പിന്നീട് പ്രമോഷൻ പോലും ആളുകൾ വരുന്നില്ല എന്നൊരു സങ്കടം എന്നോട് പങ്കുവെച്ച് അത് ഞാൻ റിപ്പോർട്ട് ടി വിയിൽ കൂടെ സംപ്രേഷണം ചെയ്തു. അത് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. ആ അംശത്ത് ഇപ്പോൾ 3ാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം തന്നെയാണ് കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം ഇപ്പം സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും വരെ ഞാൻ വാർത്ത ചെയ്യുന്ന ആളാണ്. ഒരു താരം ആകുന്നത് നിർമ്മാതാവുണ്ടാവുന്നതാണ്. നിർമ്മാതാവിനെ സപ്പോർട്ട് ചെയ്യുന്ന താരങ്ങളാണ്. പക്ഷേ ഏത് താരവും ആദ്യം പുതുമുഖമായി തന്നെയാണ് വരുന്നത്, പിന്നെയാണ് അവർ സൂപ്പർ സ്റ്റാറുകളാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുമുഖങ്ങളെ വെച്ച് ഈ സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് ഏറ്റവും ഒരു പാഠമായി മാറും ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ സിനിമയ്ക്കും ഈ കമ്പനിക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. തമിഴ് ആക്ട്രസ് ആണ്. നല്ലൊരു കൈയോടെ നമുക്ക് ദിയനെ വെൽക്കം ചെയ്യാം. നെക്സ്റ്റ് മീനാക്ഷി മാധവി, മധുരമനോഹര മോഹം, അതുപോലെ തന്നെ അപ്കമിംഗ് മൂവിയായ പ്രിൻസ് ആൻഡ് ഫാമിലിയിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൈയടി, ഉഷാറിന്റെ കൈയടിക്ക്. താങ്ക് യു. അടുത്തതായിട്ട് ആതിര ഹരികുമാർ, നടന്ന സംഭവം, ക്യൂൻ എലിസബത്ത്, പാൽത്തു ജാൻവർ തുടങ്ങിയ മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. വൈശാഖ് വിജയൻ, തണ്ണീർമത്തൻ ദിനങ്ങൾ, റാണി ചിത്ര മാർത്താണ്ഡ, പുഴു. വൈശാഖിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ പലരും വൈശാഖ് അഭിനയിച്ച ഡയലോഗ്സ് ഒക്കെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് എന്താ പറയാ, ഞാൻ ഒരുപാട് കണ്ട്, ഞാൻ ആക്ച്വലി ആളുടെ വലിയൊരു ഫാനാണ്. മഹീൻ കൃഷ്ണ, അപ്കമിംഗ് മൂവി ധീരയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൈയടി. അജു ബോങ്കോ, ഒരുപക്ഷെ ഈ ഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്. ഇൻഫ്ലുവൻസർ ആണ്. വെൽക്കം അജു. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് നമ്മുടെ എഡിറ്റർ നിതീഷ് KTR വെൽക്കം ചെയ്യുകയാണ്. ഭയങ്കര സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് കൈവരിച്ചോ. ഒരുപാട് നന്ദി പറയുന്നത് എൻ്റെ ഈ മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഞങ്ങൾ ഒരേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജിമ്മിൻ്റെ ഓണർ ഷെയറിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂടെ നാട്ടുകാരുണ്ട്. പിന്നെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ വാലന്റൈൻസിലേക്ക് പെണ്ണ് വന്ന പോസ്റ്റിലാണ് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷകരമായൊരു ഇതാണ്. അങ്ങനെ ഒരു റോസ് മേടിച്ചത് എനിക്ക് അഭിമാനം. താങ്ക് യു. നമസ്തേ, എൻ്റെ പേര് മഹിൻ. ഞാൻ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ള എൻ്റെ
അമ്മയോടാണ്. ജോലിയൊക്കെ രാജിവെച്ച് വന്ന് ഏറെക്കുറെ ഒരു 6 വർഷത്തോളമായി. ആ ഒരു ടൈമിൽ ഭയങ്കര സ്ട്രഗിൾ പീരീഡ് ആയിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ 2ാമത്തെ മൂവിയാണ്. ഒരുപാട് ചാൻസ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതിലൊരാൾ മുന്നിലിരിക്കുന്നുണ്ട്. ഒരു 2 വർഷമായി പുറകെ തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പടത്തിൽ വിളിക്കുമെന്നിങ്ങനെ പ്രതീക്ഷയിൽ നിൽക്കുന്നു. അപ്പോൾ അതിന് എനിക്ക് വഴികാട്ടി തന്ന ഇപ്പോൾ ഈ വേദിയിൽ ഇല്ലാത്ത ഒരാളുണ്ട്, സുഹൈലിക്ക. ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ഹിം. പിന്നെ ഫസൽക്ക റൈറ്റർ, പിന്നെ വിവേക്, പിന്നെ വിശ്വസിച്ച് ആ ക്യാരക്ടർ എന്നെ ഏൽപ്പിക്കാൻ അനുവാദം തന്ന അംജിത് സാറിനും എൻ്റെ വലിയൊരു താങ്ക്സ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. എനിക്ക് കിട്ടിയ റോസാപ്പൂവിനും താങ്ക് യു. അപ്പോൾ എല്ലാവരും താങ്ക്സ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ടീമിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ. ഇങ്ങനൊരു നല്ല മൂവിയിൽ ഒരു കഥാപാത്രം എനിക്ക് തന്നതിന് ഡയറക്ടറോടും റൈറ്ററോടും പ്രൊഡ്യൂസറോടും എല്ലാവരും നന്ദി പറയുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് എവരിവൺ. എൻ്റെ പേര് ആതിര എന്നാണ്. ഈ ഒരു മൂവിയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത സുഹൈൽ, അതേപോലെ തന്നെ ഫസൽക്ക, പിന്നെ വിവേക് ചേട്ടൻ, അതേപോലെ തന്നെ ഈ മൂവി ഞങ്ങളെ പോലത്തെ ചെറിയ സ്റ്റാർസിനെ വെച്ചിട്ട് എടുക്കാൻ തയ്യാറായ പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും വലിയ താങ്ക്സ്. അതേപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് മുന്നോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വാലന്റൈൻസ് ഡേ വിഷസ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് മീനാക്ഷി മാധവി. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും നല്ലൊരു അവസരം ഈ ഒരു മൂവിയുടെ പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനാദ്യം തന്നെ ഞങ്ങളെ കാസ്റ്റ് ചെയ്ത സുഹൈലിക്കയോട് പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ ഡയറക്ടർ വിവേകേട്ടൻ, റൈറ്റർ ഫസലിക്ക, പിന്നെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പിന്നെ ഇതെൻ്റെ 4ാമത്തെ മൂവിയാണ്. ഫസ്റ്റ് മൂവി മധുരമനോഹര മോഹം സ്റ്റെഫി സേവ്യർ ഡയറക്റ്റ് ചെയ്ത ആ മൂവിയിലൂടെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അതുപോലെ റോംകോം എന്ന ഞങ്ങളുടെ മൂവി നല്ലൊരു മൂവിയാവുമെന്ന് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്. ആൻഡ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിയ മയൂരിക. ഇതെൻ്റെ 5th മൂവിയാണ്. ഞാൻ 2 മൂവി മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്, 2 തമിഴിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് സുഹൈൽ ചേട്ടൻ ഫോർ റെഫറിങ് മീ ആൻഡ് കാസ്റ്റിംഗ് മീ, ആൻഡ് ഫസൽ ചേട്ടൻ ആസ് വെൽ. താങ്ക് യു സോ മച്ച് ഫോർ കാസ്റ്റിംഗ് മീ വിത്ത് ദിസ് റോൾ. ആൻഡ് വിവേക് ചേട്ടൻ ഓൾസോ നമ്മൾ സംസാരിച്ചിട്ടില്ല, ബട്ട് എന്നാലും ആൻഡ് അംജിത് സർ ഓഫ് കോഴ്സ്, ആൻഡ് ഓൾ ദ പ്രൊഡ്യൂസേഴ്സ്. ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. എന്താ എല്ലാവരും പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ട്. കുറച്ച് സംസാരിച്ചു. നിങ്ങളെല്ലാവരുടെയും ലവ് ആൻഡ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന എൻ്റെ കുടുംബക്കാരും കൂട്ടുകാരും ബാക്കി വന്നിരിക്കുന്ന ഇവിടെ വലിയ സിനിമയിലെ പ്രവർത്തകരും മീഡിയക്കാരും എല്ലാവർക്കും എൻ്റെ നമസ്കാരവും നന്ദിയും. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും ഇതിൻ്റെ കാരണക്കാരൻ ആയ അംജിതയ്ക്ക് എൻ്റെ വലിയൊരു നന്ദി. ഈ പ്രോജക്റ്റിലേക്ക് എന്നെ ക്ഷണിച്ച വിവേക് എൻ്റെ പഴയൊരു സുഹൃത്താണ്. ഞങ്ങൾ പണ്ടൊരു ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്തിരുന്നു. ഹൃദയം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നതിന്, അതായത് റിലീസിന് മുന്നേ നമ്മൾ ചെയ്തൊരു ഷോർട്ട് ഫിലിം വരുന്നത്. അതിൽ പരിചയപ്പെട്ട് സുഹൃത്തായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പുള്ളിയുടെ ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്കും നീ ഉണ്ടാവും എന്ന് എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കറങ്ങിത്തിരിഞ്ഞ് ആ ഒരു വാക്ക് പാലിച്ച് ആ സ്നേഹത്തോടെ വിളിച്ചതിനും എന്നെ ഓർത്തതിനും ഇതിലെ ഒരു അവസരം തന്നതിനും വിവേകിനോടും ഇതിൻ്റെ കഥ പറഞ്ഞ് എന്നെ വീഴ്ത്തിയ ഫസലിനോടും സ്നേഹപൂർവ്വം എന്നെ ഇതിലേക്ക് കൈതന്ന് കെട്ടിപ്പിടിച്ച് ഇൻവൈറ്റ് ചെയ്ത അംജിതയ്ക്കും ബാക്കിയുള്ള 2 പ്രൊഡ്യൂസർമാർക്കും വിശ്വസിച്ച് ഈ ഒരു അവസരം തന്നതിൽ നമ്മളെ പോലത്തെ ചെറിയ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുമാർക്ക് ഒരു അവസരം തരിക, അവർക്കൊരു മാർഗം കാണിച്ചു കൊടുക്കുക, അവരെ വിശ്വസിച്ച് ഒരു കഥാപാത്രം ഏൽപ്പിക്കുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. അതില്ലാതെ അതൊക്കെ നമ്മൾ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞതുപോലെ
ഒരു ജോലിക്ക് പോകുമ്പോഴത്തേക്കും ആദ്യം ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. ഒരു അവസരം കിട്ടിയാലേ ആ എക്സ്പീരിയൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞങ്ങൾക്ക് ആ അവസരം തന്നതിൽ ഒരുപാട് നന്ദി, സന്തോഷം. ഈ ഒരു പടം നമുക്ക് എല്ലാവർക്കും അഭിനയിച്ച് തകർക്കാൻ പറ്റും എന്ന് യാതൊരു സംശയമില്ല. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ തപ്പിയെടുത്ത വളരെ ഫേമസ് ആണ് ഓൾറെഡി. എന്നാൽ ഇവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷം. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ദി എൻറ്റയർ പ്രോജക്റ്റ്. ആൻഡ് നമുക്ക് തകർക്കാം. യെസ്, ഏതൊരു എഡിറ്ററുടെയും ആ ഒരു പാഷനാണ് ഏറ്റവും മികച്ചൊരു സ്ക്രിപ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ വിവേകിൻ്റെ എനിക്ക് 5 വർഷമായിട്ട് വിവേകിനെ അറിയാം. ഞങ്ങൾ ഏറ്റവും അവൻ കഴിഞ്ഞൊരു വർഷമായി കുറേ വിവേകും ഫസലും വന്ന് പറയാറുണ്ട്. അതിലേറ്റവും മികച്ച ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും മികച്ചൊരു പടം ഈ വർഷം വിവേകിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.